ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു കെ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് കാർഡാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് കാർഡാണ്. അപ്പോൾ അതിന് മുന്നെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ A4 ഷീറ്റിന് പകരം നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ A4 സൈസിലുള്ളതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും മടക്കി എടുക്കുകയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ മടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ പീസും അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ പേജിൻ്റെ ജസ്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഓരോ പീസും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ചെറിയ പീസ് ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസ് ഒട്ടിക്കുമ്പം ചെറിയ പീസിൻ്റെ അകത്ത് കുറച്ച് ഭാഗം വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ബാക്കിയുള്ള പീസും ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റെമ്മ് വരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങളടുത്ത് ബ്രൗൺ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ പേപ്പറിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പം ബാക്കി വരുന്ന കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ പീസുകളാണ് കേട്ടോ. പല കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു പേപ്പർ പഞ്ച് വെച്ച് അതിന് കുറച്ച് ഡോട്ട്സ് പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ ക്രിസ്മസ് ട്രീൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ പഞ്ച് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പേപ്പർ പീസും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സ്കെച്ച് പെന്ന് വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വേസ്റ്റ് പേപ്പറുകളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ പീസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിൽ ജസ്റ്റ് മേരി ക്രിസ്മസ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വിഷസും കോട്ട്സും ഒക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ മേരി ക്രിസ്മസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്ത അതുപോലെ തന്നെ പേപ്പറുകൾ പഞ്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആ പേപ്പർ മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സ്കെച്ച് പെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഉണ്ടെങ്കിൽ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് പേപ്പർ ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേയും ഒരുപാട് വൈറ്റ് പേപ്പറും സ്കെച്ച് പെന്നും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഗ്രീറ്റിംഗ് കാർഡുകൾ ചെയ്തിട്ടുണ്ട്. കുറേ ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കൂ കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്